തിരുവനന്തപുരത്തെ സദ്യക്ക് വിളമ്പാൻ നിൽക്കുന്ന ചേട്ടന്മാർ ഈ ട്രാക്കിൽ ഓടാൻ നിൽക്കുന്ന ഷൈനി വിൽസണയൊക്കെ പോലെ ജില്ലെന്നങ്ങ് നിൽക്കണം. സദ്യ എല്ലാം ഒരുക്കി വെച്ചിട്ട് സദ്യ കഴിക്കുള്ള ഹാള് തുറക്കണ ഒരു രംഗമുണ്ട്. ഈ മുല്ലപ്പെരിയാർ ഡാം തുറക്കണമല്ലേ, ഒരു മലവെള്ളപ്പാച്ചിലാണ്. പിന്നെ നമ്മൾ കാണുന്ന അത്രയും CID മൂസല ബിന്ദു പണിക്കരാണ്. അതെടുക്കണോ ഇതെടുക്കണോ അവിടെ ഇരിക്കണോ ഇവിടെ ഇരിക്കണോ, വല്ല വിധേനെ ഒരു സീറ്റൊക്കെ കണ്ടുപിടിച്ചിരുന്നിട്ട് 2 ചിപ്സ് എടുത്ത് വായി വയ്ക്കുമ്പോൾ നല്ല ആവി പറക്കണ ചോറ് വരും. പുറകെ പരിപ്പും 2 തുള്ളി നെയ്യും കൂടെ കൈ പൊള്ളിയില്ല മട്ടിൽ അതിനിങ്ങനെ കുഴച്ച് പപ്പടമൊക്കെ കൂട്ടി കുഴച്ച് ഉരുട്ടി എടുക്കുമ്പോഴത്തേക്കും വരണം രണ്ടാമത്തെ ചോറ്. പിന്നെ കൈ കൊണ്ട് അങ്ങോട്ട് വഹിച്ച് മാറ്റി രണ്ടാമത്തെ ചോറ് മാറ്റി സാമ്പാർ ഒഴിച്ച് കുറച്ച് അവിയലും കൂടെ എടുത്ത് തിന്ന് തുടങ്ങാമെന്ന് വിചാരിക്കുമ്പോൾ വരണം അടപ്പായസം. പിന്നെ നേരെ അതിനങ്ങോട്ട് മാറ്റി വെച്ചിട്ട് അടപ്പായസം ഒഴിച്ച് ഒരു രസകത്തിൽ പഴം എടുത്ത് തൊലിയൊക്കെ ഉരിച്ചിട്ട് ഒന്ന് ആഞ്ഞ് ഞവിടി വരുമ്പോഴത്തേക്കും വറുത്ത് കടലപ്പായസം. ഈ 2 പായസവും കൂടെ ചേർന്നതുകൊണ്ട് കറക്റ്റ് ടേസ്റ്റ് അറിയാൻ പറ്റണില്ല. അങ്ങനെ വിഷമിച്ചിരുന്നപ്പോൾ പറഞ്ഞ് ടാർപ്പാളം പോലെ തിരുവനന്തപുരത്തിൻ്റെ മാത്രം പ്രത്യേകത ബോളി വിത്ത് സേമിയ പായസം. അതും കൂടെ കുഴച്ച് കയ്യൊക്കെ ഒന്ന് കാണണം. കുഴച്ചടിച്ചുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും വരും ചോറ്, പുളിശ്ശേരി, രസം, മോര്. ഇതെല്ലാം കൂടെ വല്ലവിധേനയും കയറ്റിയിട്ട് എൻ്റെ പൊന്നെ തിരുവനന്തപുരത്തിന് സദ്യ കഴിക്കണമെങ്കിൽ ഒരാൾക്ക് ഒരു ഫുൾ ഇല കൊടുക്കണം. ഈ നീക്കി വെച്ചത് സദ്യ കഴിഞ്ഞിട്ട് ആ ഇലയൊക്കെ കണ്ടു കഴിഞ്ഞാൽ തുമ്പി തുള്ളൽ കഴിഞ്ഞാൽ അത്തത്തട്ട് പോലെ.